നമസ്കാരം അച്ഛന്മാരെ. സോ 2023 ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അടിച്ചു പൊളിക്കുന്നൊരു ദിവസമാണെന്ന്. സന്തോഷങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചില ഇറ്റ്സ് ഗോണ വൈൻഡിങ് അപ്പ് ഒരു നമ്മുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ ഒരു 365 ഡേയ്സ് ഇന്ന് രാത്രി 12 അങ്ങ് തീരുകയാണ്. നാളത്തെ ഒരു പുതിയ കൊല്ലമാണ്. ഇറ്റ്സ് എ ന്യൂ ലൈഫ് ചാപ്റ്റർ. അപ്പം ഞാനിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 2023 കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയപ്പോൾ കുറച്ച് ആൾക്കാരെ നിങ്ങളോട്ടൊന്ന് ഇവരെ ഒന്നും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇവർ പറയുന്ന പല ഡയലോഗുകളും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ മേ ബി പറയാറുണ്ട്. വേറെ ആരുമല്ല, 2023 നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇവിടെ ഇല്ലാതെ മൺമറന്നു പോയ കുറച്ച് വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള കലാകാരിമാരെയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലാദ്യം തന്നെ എൻ്റെ ഫേവറേറ്റ്, എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവരിലൂടെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ ഡയലോഗോ അല്ലെങ്കിൽ ഫിലിം ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഇന്നസെൻ്റ് ഏട്ടനെയാണ് പറയുന്നത്. സ്ട്രെസ് റിലീഫർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അല്ലെങ്കിൽ എക്സ്പ്രഷനിലും ഒക്കെ ഉള്ള ആ ഒരു നമ്മളെ ചിരിപ്പിക്കാൻ എത്ര ഇഷ്യൂവിൽ നിൽക്കുകയാണെങ്കിലും ഇന്നസെൻ്റ് ആയിട്ടൊരു ഒരു മൂവി, അതിൽ ഏറ്റവും ഉദാഹരണം ഞാൻ ആദ്യം പറയാം. കിലുക്കത്തിലെ ലോട്ടറി സംഭവം നമ്മളെ വളരെ പലരും ഇപ്പോൾ കേട്ടിട്ടുണ്ട് ആ ഡയലോഗ്. അതേപോലെ എന്താ ബാലേഷണ നിൻ്റെ പ്രശ്നം, ഇറങ്ങിയോ? ഇല്ല, ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ ഇറങ്ങി. അതുപോലെ റാംജിറാ സ്പീക്കിംഗ്, മാന്നാർ മത്തായി, കാബൂളിവാല, കന്നാസ് കടലാസില ആ സംഭവം, അതേപോലെ കിലുക്കം മൂവി, ഒരുപാടുണ്ട് അല്ലേ. മറ്റേ ഒരുപാട് മൂവീസ് ഉണ്ട്. ഇപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്ന മൂവീസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നസെൻ്റിൻ്റെ ഫേവറേറ്റ് മൂവീസ് ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരുപാട് മൂവീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഏറ്റവും കൂടുതൽ നമ്മളെ സ്പോണ്ടേനിയസ് ആയിട്ട് ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിങ്ക് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനും ആ ഒരു സംഭവം വളരെയധികം നമ്മളെ ചിരിപ്പിക്കുന്ന, ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത, ഇന്നസെൻ്റ് ഏട്ടനൊക്കെ പകരം വയ്ക്കാൻ ആരുമില്ല, ടു ബി ഫ്രാങ്ക്. സോ അദ്ദേഹത്തിൻ്റെ കുറച്ച് മൂവീസാണ് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലോട്ട് പെടുത്തിയത്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഫേവറേറ്റ് മൂവീസ്, ഡയലോഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് മാമുക്കോയ, പറയേണ്ട ആവശ്യമില്ലല്ലോ, കോഴിക്കോട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ തഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ അറഞ്ചം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തഗ്ഗും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷം, അതേപോലെ കാവടിയാട്ടം, പിന്നെ ഏതാണോ അദ്ദേഹത്തിൻ്റെ മൂവീസ്, സന്ദേശം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, അങ്ങനെ കുറേ മൂവീസ് ഉണ്ട് മാമുക്കയുടെ. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാരൂപൻ, അദ്ദേഹത്തിൻ്റെ ടാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ബലേഷണ എന്നുള്ള ഫീൽ ചെയ്യുന്ന സംഭവം. പിന്നെ ഏതോ ഒരു മൂവി ഉണ്ടല്ലോ, ലൈക്ക് അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർ ആണെന്നൊക്കെ പറഞ്ഞ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് സംഭവം. അങ്ങനെ മമ്മൂക്കയുടെ തഗ് ലൈഫ് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പം ഈ പറഞ്ഞ മാതിരി ഇവരൊക്കെ നമ്മൾക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മളെ വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വ്യക്തികളാണ്. അപ്പം അദ്ദേഹവും 2023 നമ്മളെ വിട്ടു പോകാനുള്ളൊരു ഇടയായി. പക്ഷെ എന്നും ഇവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിലും മാമുക്കോയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഒരുപാട് കണ്ട മൂവീസാണ്. നിങ്ങൾ എന്നെ ആലോചിക്കുക, ഈ കിലുക്ക മൂവി നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റാംജിറാ സ്പീക്കിംഗ്, അല്ലെങ്കിൽ പെരുവണ്ണാപുരത്തെ വിശേഷം. മാമുക്കോയുടെ തഗ് മാത്രം യൂട്യൂബിലെടുത്ത് കാണുന്ന എത്ര പേരുകളുണ്ട്. സോ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മറന്ന് നമ്മളെ ചിരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ സെക്കൻഡ് ഞാൻ പറയുന്നത് മാമുക്കോയെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് മൂവീസോ തഗ് ഡയലോഗ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. ചിലവരൊക്കെ ഫിലിം കണ്ട് സ്പോട്ടിൽ ഡയലോഗ്സ് പറയാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡയലോഗ് കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നല്ല നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് അല്ലെങ്കിൽ മൂവി ഏതാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്തത് കലാഭവൻ ഹനീഫിക്ക, മട്ടാഞ്ചേരിക്കാരൻ. എനിക്ക് ഇദ്ദേഹത്തിന് പേര് പറയുമ്പോൾ തന്നെ ഓർമ്മ പറഞ്ഞ ഏതാണെന്നറിയോ, പറക്കുന്നള്ളികയിൽ നമ്മുടെ ദിലീപേട്ടനും ഹരിശ്രീ അശോകനും കൂടി റെഡിയാക്കി പുറത്തേക്ക് വരില്ലേ. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ മറ്റേ കല്യാണത്തിൻ്റെ മാലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, മറ്റേ 11 മീശയൊക്കെ വെച്ചിട്ട്. അതാണ് എനിക്ക് ആദ്യം വരിക. പിന്നെ അതുകൊണ്ട് പാണ്ടിപ്പടയിൽ മറ്റേ വടയുടെ കേസ് ഹരിശ്രീ അശോകൻ പറയില്ലേ, ഈ അവനെ പറഞ്ഞു വിട്ടഞ്ഞ 2 വട വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാനും പറ്റില്ല. ആള് കറക്റ്റായിട്ട് ദിലീപേടം കറക്റ്റായിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. എന്നിട്ട് ഇടിക്കുമ്പോൾ പറയണ്ടേ, എനിക്ക് 2 വട മതി, ബാക്കി വട നീ വച്ചോ എന്നുള്ളത്. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് ഇവർ കയറി വന്നത്. പക്ഷെ എന്നാൽ പോലും
ഇൻഡസ്ട്രീസിലും നമ്മുടെ മനസ്സ് കീഴടക്കിയാണ് ഇവർ നിന്നിരുന്നത്. കാരണം അത്രയും കഴിവും അത്രയും ചിരിപ്പിക്കാനും അത്രയും കഴിവുള്ള വ്യക്തികളായിരുന്നു. ഇപ്പോൾ അനീഫിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവീസും സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇത്തവണ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ മൂവീസ് ഫേവറേറ്റ് ഏതാണ്? എനിക്ക് ഓർമ്മയുള്ളതും ഡയലോഗ്സ് ഒക്കെ ഉണ്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളും കൂടി നിങ്ങളുടെ ഡയലോഗ്സ് മൂവീസ് ഒക്കെ ഏതൊക്കെയാന്ന് വെച്ച് ഷെയർ ചെയ്താൽ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടി കാണണം എന്നുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫിലിം ഉണ്ട് ഇതിൽ ഓർമ്മയില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സും ഡയലോഗ്സ് ഒക്കെ കുറച്ചും കൂടി ഹെൽപ്പ് ആവും. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് കമന്റ് ചെയ്യുക.